ഇ ഡി റെയ്ഡ് കഴിഞ്ഞ് മടങ്ങി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ SFI ജില്ലാ പ്രസിഡന്റിന്റെ ജാമ്യാപേക്ഷ തള്ളി. വിജയ് അമലിന്റെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. ഷഫീദ് റാവത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ. ഉന്മേഷ, ഈ ഇ ഡി റെയ്ഡിനിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഏറ്റവും അവസാനം അറസ്റ്റിലായിട്ടുള്ളയാളായിരുന്നു തിരുവനന്തപുരം SFI ജില്ലാ പ്രസിഡന്റായിട്ടുള്ള വിജയ് അമൽ. അദ്ദേഹത്തെ ചിറയൻകീഴിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് അവസാനം പിടികൂടിയത്. അദ്ദേഹം അറസ്റ്റിലായതിനു ശേഷം കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരുന്നു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-നെയാണ് സമീപിച്ചത്. എന്നാൽ ജാമ്യം കോടതി തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നേരത്തെയുള്ള പ്രതികൾക്ക് ജാമ്യം തള്ളിയ സമയത്തടക്കം കോടതി വളരെ ഗൗരവമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് രാജ്യത്തിനെതിരായ കുറ്റമാണ്. മാത്രമല്ല, ഇ ഡി ഉദ്യോഗസ്ഥരെ അവരുടെ ഡ്യൂട്ടിക്കിടെ ആക്രമിക്കുന്ന സാഹചര്യമാണ്. സമാന കുറ്റകൃത്യം അല്ലെങ്കിൽ സമാന സ്വഭാവത്തിലുള്ള കുറ്റകൃത്യം പ്രതികൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയത്. അതേ രീതിയിൽ തന്നെയുള്ള നിരീക്ഷണം ഈ ജാമ്യാപേക്ഷ തള്ളുന്നതുമായി ബന്ധപ്പെട്ടും കോടതി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. ശരി, ഷഫീദ് റാവത്തർ തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.